Good morning, dear friends. Today we are going to discuss about teaching as a profession. ഈ ടോപ്പിക്ക് ഫോർത്ത് സെമ്മിലെ, അതായത് B.Edൻ്റെ ഫോർത്ത് സെമ്മിലാണ് ഈ ടോപ്പിക്ക് വരുന്നത്. ഫോർത്ത് സെമ്മിൻ്റെ മെറ്റീരിയലാണത്. അപ്പോൾ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതാണ് സോഷ്യൽ സയൻസിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്ക്. Teaching as a profession. Profession is an occupation based upon specialized intellectual study and training, the purpose of which is to supply skilled service to advise to others for definite fee or salary. Profession is something a little more than a job. It is a career for someone that wants to be part of society who belongs competent in their chosen sector through training. Teaching as a profession നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫിലോസഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തേർഡ് സെം ഡ്രോപ്പ് ചെയ്തിട്ട് ഫോർത്ത് സെം ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട്. അതിൻ്റെ നോട്ട്സാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചിങ് സോഷ്യൽ സയൻസ് എന്നുള്ള സോഷ്യൽ സയൻസ് ഓപ്ഷൻ്റെ ഫസ്റ്റ് പ്രൊഫഷണലൈസിങ് സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പറിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണിത്, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ നിങ്ങളിത് ഫിലോസഫിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രൊഫഷൻ ഈസ് ആൻ ഒക്കുപ്പേഷൻ ബേസ്ഡ് അപ്പോൺ സ്പെഷ്യലൈസ്ഡ് ഇൻ്റലക്ച്വൽ സ്റ്റഡി ആൻഡ് ട്രെയിനിങ്, ദ പർപ്പസ് ഓഫ് വിച്ച് ഈസ് ടു സപ്ലൈ സ്കിൽഡ് സർവീസ് ടു അഡ്വൈസ് അതേഴ്സ് ഫോർ ഡെഫിനിറ്റ് ഫീ ഓർ സാലറി. അറിയാം നിങ്ങൾക്ക്, ഡെഫിനിറ്റ് ഫീക്ക് വേണ്ടി ഫീയോ സാലറിയോ അതിനൊക്കെ വേണ്ടി നമ്മൾ ട്രെയിനിങ്ങോട് കൂടി സ്പെഷ്യലൈസ്ഡ് ഇൻ്റലക്ച്വൽ സ്റ്റഡിയാണ്, പക്ഷേ അതിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു, ട്രെയിനിങ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്കിൽഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു പ്രൊഫഷൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് സ്കിൽഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഫഷൻ ഈസ് സംതിങ് എ ലിറ്റിൽ മോർ ദാൻ എ ജോബ്. ജോബിനേക്കാൾ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നതാണ് അല്ലേ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കാരിയർ ഫോർ സംവൺ ദാറ്റ് വാണ്ട്സ് ടു ബി എ പാർട്ട് ഓഫ് സൊസൈറ്റി ഹൂ ബിലോങ്സ് കോമ്പിറ്റൻറ്റ് ഇൻ ദെയർ ചൂസൺ സെക്ടർ ത്രൂ ട്രെയിനിങ്. Any characteristics of a profession: a defined body of knowledge, great responsibilities, a lengthy period of specialized training, a degree of autonomy, a commitment to work and to the public, code of ethics. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊഫഷൻ്റെ. അതിൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൊഫഷൻ കളക്റ്റീവ്ലി ആൻഡ് ദ പ്രൊഫഷൻ ഇൻഡിവിജ്വലി പൊസസസ് എ ബോഡി ഓഫ് നോളജ് ആൻഡ് എ റിപ്പോർട്ടർ ഓഫ് ബിഹേവിയർ ആൻഡ് സ്കിൽസ് നീഡഡ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് എ പ്രൊഫഷൻ. സച്ച് നോളജ്, ബിഹേവിയർ ആൻഡ് സ്കിൽസ് നോർമലി ആർ നോട്ട് പൊസസ്ഡ് ബൈ ദി നോൺ പ്രൊഫഷണൽ. ദ മാസ്റ്ററി ഓഫ് ദ കോർ റിലവൻറ്റ് നോളജ് റിക്വയർസ് ഹൈ ഇൻ്റലിജൻസ് ആൻഡ് ലോങ് പീരീഡ് ഓഫ് ഇൻറ്റൻസീവ് ട്രെയിനിങ്. അറിയാം അല്ലേ, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കണം. അതിൽ പറയുന്നത് മാസ്റ്ററി ഓഫ് ദ കോർ റിലവൻറ്റ് നോളജ് റിക്വയർസ് ഹൈ ഇൻ്റലിജൻസ് ആൻഡ് ലോങ് പീരീഡ് ഓഫ് ഇൻറ്റൻസീവ് ട്രെയിനിങ്. ഹൈ ഇൻ്റലിജൻസ് റിക്വയർമെൻ്റ് ഉണ്ട്, അതുപോലെ ഇൻറ്റൻസീവ് ട്രെയിനിങ്ങും വേണം ഏതിന്, ഒരു പ്രൊഫഷന്. നെക്സ്റ്റ്, ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അറിയാം, നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. The public should recognize a typical profession. For example, doctors, lawyers, engineers and teachers are highly recognized and respected in the society. The public trust their judgment and skills. So the professional carry responsibilities weighed with great social purpose. And then a lengthy period of specialized training. അറിയാം, lengthy period of specialized training ഉണ്ടായിരിക്കും ഒരു പ്രൊഫഷന്. Preparation for an induction to the profession is provided through a protracted preparation program, usually in a professional school, on a college or university campus. അറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സ്റ്റഡി ഉണ്ടായിരിക്കും. ഏതൊരു പ്രൊഫഷനും നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സ്റ്റഡി ഉണ്ടായിരിക്കും. അതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റും. Then a degree of autonomy. The profession is organized to one or more professional association which within broad limits of social accountability are granted autonomy in control at the actual work of the profession and the conditions that surround it. Admissions, educational standards, examination, licensing, career line, ethical and performance standards and professional discipline. Every profession has control to influence over professional development, ethical standards and professional discipline. അതായത് പ്രൊഫഷൻ എന്ന ഡിഗ്രി ഓഫ് ഓട്ടോണമി organized to one or more professional association within broad limits of social accountability are granted autonomy in control at the actual work of the profession and the conditions that surround it. അതായത് ഒരുപാട് നമ്മൾക്ക് പ്രൊഫഷനിലുള്ള ഒരുപാട് കാര്യങ്ങൾ വെറും ഇപ്പോൾ നമ്മൾ ടീച്ചിങ് ആസ് എ പ്രൊഫഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചിങ് മാത്രമല്ല നമ്മളുടെ ജോലി, ഒരുപാട് അതർ ടീച്ചിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഡിഗ്രി ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കും. നമ്മളുടെ ആ പ്രൊഫഷനിൽ ഒരു ഡിഗ്രി ഓഫ് ഓട്ടോണമി, ഡിഗ്രി ഓഫ് കൺട്രോൾ നമ്മളുടെ വർക്കിൽ, നമ്മളുടെ ടീച്ചിങ് പ്രൊഫഷനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും.
ദെൻ എ കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് ആൻഡ് ടു ദ പബ്ലിക്. അറിയാം അല്ലേ, നമ്മളുടെ പബ്ലിക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള വർക്കാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ദർ ഈസ് എ ഹൈ ലെവൽ ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ പ്രൊഫഷൻ ആൻഡ് ഇൻ ഇൻഡിവിജ്വൽ practitioner based upon the profession's demonstrated capacity to provide service markedly beyond that which would otherwise be available. അതായത് നമ്മൾക്ക് പബ്ലിക്കിനോട് ട്രസ്റ്റ് വേണം. ഹൈ ലെവൽ ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ പ്രൊഫഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻ ഇൻഡിവിജ്വൽ practitioners based upon the professions demonstrated capacity to provide service markedly beyond that which would otherwise be available. Then കോഡ് ഓഫ് എത്തിക്സ്. അറിയാം, ടീച്ചർ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും ഓരോ പ്രൊഫഷനും. ഡ്യൂ ടു ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ദർ ഈസ് എ ക്ലിയർ റിക്വയർമെൻറ്റ് ഫോർ എത്തിക്കൽ കൺസ്ട്രെയിൻസ് ഇൻ ദ പ്രൊഫഷൻ. പ്രൊഫഷണൽസ് ആർ ബിയോണ്ട് ടു എ കോഡ് ഓഫ് കോണ്ടാക്ട് ഓർ എത്തിക്സ് സ്പെസിഫിക് ടു ദി ഡിസ്റ്റിങ്ക്റ്റ് പ്രൊഫഷൻ. പ്രൊഫഷണൽസ് ആൾസോ ആസ്പയർ ടുവാർഡ് എ general body of core values which we centered upon an uncompromising and unconflicted regard for the client's benefit and best interests. അതായത് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനോ അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പേരിലോ ഒന്നും നമ്മളുടെ എത്തിക്സ് വിട്ട് നമ്മൾ ഒരു പ്രൊഫഷണൽ തുടരാൻ പാടില്ല എന്നാണ്. അപ്പോൾ ടീച്ചർ ഒരു ഫേമസ് സെയിങ് ആണ് വില്യം ആദർവാർഡിൻ്റെ, ദ മീഡിയോക്കർ ടീച്ചർ ടെൽസ്, ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, ദ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ്, ദ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ്. ഇനി ടീച്ചിങ്. ഇപ്പോൾ നമ്മൾ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ പറയുന്നതിൽ ആദ്യം പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ടീച്ചിങ്ങും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. അപ്പോൾ ആ ടോപ്പിക്ക് ക്ലിയർ ആവും. ഇൻ ഇറ്റ്സ് ബ്രോഡർ സെൻസ് ടീച്ചിങ് ഈസ് എ പ്രോസസ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. ടീച്ചിങ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, സ്കിൽസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് യുണീക് സർവീസ് ടു മീറ്റ് ദ എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് സൊസൈറ്റി. ദ ഗ്രേറ്റ് ടീച്ചർ however worked tirelessly to create a challenging environment for students. Next, characteristics of teaching. A desire to share your love of the subject with the students. Then only the teaching will be more effective. An ability to make that material being taught stimulating and interesting. And material being taught stimulating and interesting. You should teach your material stimulating and interesting. A facility for engaging with the students at their level of understanding. The teacher should be the level of the student. Then only they can understand your teaching. Then showing concerns and respect for students. The teacher should show the concern and respect for students. You should respect your students. A commitment to encouraging independence. The independent situation is to be created in the classroom. Then giving the highest quality feedback on student work. Every student work should be evaluated on the high quality of feedback. That is the characteristics of teaching. Thank you. This is the teaching as a profession. Thank you.